ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ, ബോർഡിംഗ് മദ്രസ ഈ 2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന മസായിലുൽ ഫിഖ്ഹിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളോ മസായിലുൽ ഫിഖ്ഹിൻ്റെ മറ്റു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. കോളത്തിൽ ശരിയടയാളപ്പെടുത്താനാണ്. 1. വലത് കാൽ വെച്ച് പുറത്തിറങ്ങണം. എവിടുന്നാണ് വലത് കാൽ വെച്ച് പുറത്തിറങ്ങേണ്ടത്? ടോയ്ലറ്റിൽ നിന്നാണ്. ടോയ്ലറ്റിൽ നിന്നാണ്. നല്ല സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇടത് കാലും, ചീത്ത സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല്, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല്. ഇനിയോ മസ്ജിദിലേക്ക് കയറുമ്പം വലത് കാല്, മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനിയോ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കൽ. എന്താണ് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കൽ? നല്ല സംസ്കാരമല്ല. അതടയാളപ്പെടുത്താം. അടുത്തതാ, ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ സമയം തുടങ്ങുന്നത്. ഏത് നിസ്കാരത്തിൻ്റെ സമയമാണ്? അസ്ർ നിസ്കാരത്തിൻ്റെതാണ്. അപ്പോൾ അതുപോലെ ഓരോ നിസ്കാരത്തിൻ്റെയും സമയങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇതുപോലെ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ മസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ ഞാൻ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്തതോ, നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾക്ക് സുന്നത്താണ് ഇക്കാമത്ത് മാത്രമാണ്. പുരുഷന്മാർക്ക് അദാനും ഇക്കാമത്തും. ഓക്കെ. ഇനി ഇരുന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് നേരെയാക്കണം. എന്തുകൊണ്ടാണ് ഇരുന്ന് നിസ്കരിക്കുന്നവർ? നെഞ്ചുകൊണ്ടാണ്. ഉള്ളൻകാലുകൾ ആരാണ്? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ അല്ലേ. പിന്നെ നെഞ്ചും ഉള്ളൻകാലും അതും ആണ് മലർന്ന് നിസ്കരിക്കുന്നവർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നവനും നിന്ന് നിസ്കരിക്കുന്നവനും നെഞ്ഞുകൊണ്ടാണ്. അടുത്തതാ, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടത് ഫാത്തിഹ ഓതലാണ്. 14 ഫർളുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഫാത്തിഹ ഓതലാണ് നിസ്കാരത്തിൻ്റെ ഫർള്. അടുത്തതാ, റമളാൻ നോമ്പിൻ്റെ നിയ്യത്ത് മനസ്സിൽ കരുതൽ എന്താണ്? നിർബന്ധമാണ്. മനസ്സിൽ കരുതൽ പറയൽ സുന്നത്തും കരുതൽ നിർബന്ധവുമാണ്. നിയ്യത്ത് പറഞ്ഞാൽ മാത്രം പോരാ, മനസ്സിൽ കരുതുകയും വേണം. അടുത്തത്, ശരീരം മുഴുവനും ഔറത്താണ്. ആർക്കാണ്? സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണ്. അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ എന്താണ്? അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകും. നിസ്കാരത്തിൽ കിബിലക്ക് നേരെ തിരിയൽ. എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്തുകൾ 5 നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ ക്ലാസ്സിൽ അല്ലേ. അത് കിബിലക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അടുത്തത്, ചേരുംപടി ചേർക്കാനാണ്. എല്ലാ സമയത്തും നിർബന്ധമാണ് എന്ത്? ഔറത്ത് മറക്കൽ. എല്ലാ സമയത്തും നിർബന്ധമാണ് ഔറത്ത് മറക്കൽ. അപ്പം അതിൻ്റെ ബി എഴുതാം. ഇനി വിസർജനത്തിൻ്റെ അദബാണ് പാദരക്ഷ ധരിക്കൽ. അപ്പം അതിൻ്റെ ഈ എഴുതി കൊടുക്കാം. അടുത്തതോ, നിസ്കാരത്തിൻ്റെ ഷർത്താണ് കിബിലക്ക് മുന്നിടൽ. നേരത്തെയും പറഞ്ഞു അല്ലേ, കിബിലക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പം അതിൻ്റെ ഡി എഴുതാം. ഇനിയോ രക്ഷാകവചമാണ് നോമ്പനുഷ്ഠിക്കൽ. നോമ്പ് രക്ഷാകവചമാണ്. അപ്പം അതിൻ്റെ സി എഴുതാം. നിസ്കാരത്തിൻ്റെ ഫർളാണ് നിയ്യത്ത് ചെയ്യൽ. ഓപ്ഷൻ എ, നിയ്യത്ത് ചെയ്യൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. അടുത്തത് പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആല പറഞ്ഞു, ഡാഷ് നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. എപ്പോഴാണ്? നിസ്കാരത്തിൽ നിങ്ങൾ ഭംഗിയായി വസ്ത്രം ധരിക്കുക. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ എന്താണ്? സ്വതക്കത്ത വബരിർത്ത എന്ന് പറയണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ സ്വതക്കത്ത വബരിർത്ത എന്ന് പറയണം. അപ്പോൾ അതുപോലെ അദാനിൻ്റെ മറ്റു ലഫ്ലുകളൊക്കെ കേട്ടാൽ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തതാ, വർസുക്കിന
യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. എന്താണ്? വർസുഖ്ന ഷഫാഅത്തഹു. വർസുഖ്ന ഷഫാഅത്തഹു അദാനിൻ്റെ ശേഷമുള്ള ദുആ. അപ്പോൾ അത് വിട്ട ഭാഗം ഇതുപോലെ മറ്റു ഭാഗങ്ങൾ ഏതെങ്കിലും വരും, അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം ട്ടാ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ മറ്റു ഭാഗങ്ങൾ വന്നാലും എഴുതാൻ കഴിയണം. അപ്പോൾ ദുആ മുഴുവനായിട്ട് പഠിക്കാം ട്ടാ. വർസുഖ്ന ഷഫാഅത്തഹു യൗമുൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അടുത്തത്, ആദം നബി അലൈഹി ഇസ്ലാമിന് ഡാഷ് വർഷം മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷമാണ്? 7000 വർഷങ്ങൾക്ക് മുമ്പ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 7000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. ഇനി റുക്കൂഇൻ്റെയും ഡാഷിൻ്റെയും ഇടയിലുള്ള ഫർളാണ് എഴുത്തിദാല്. റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ള ഫർളാണ് എഴുത്തിദാല്. റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ള ഫർള് ഏതെന്ന് ചോദ്യമായിട്ട് വന്നാൽ അപ്പം നമുക്ക് എഴുത്തിദാലെന്ന് എഴുതാൻ കഴിയണം. ഇനി റുക്കൂ എഴുത്തിദാല് ഇത് കഴിഞ്ഞാലുള്ള ഫർള് ഏത്? അപ്പോൾ സുജൂദ് എഴുതാൻ കഴിയണം. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. നോമ്പുകാർക്ക് സ്വർഗത്തിലുള്ള കവാടം ഏത്? ഏതായിരുന്നു? ബാബുർ റയ്യാൻ അല്ലേ? ബാബുർ റയ്യാൻ. അപ്പോൾ റയാൻ എന്ന കവാടം അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതാ, സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം, അതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ സംസാരിക്കാൻ പാടില്ല. വെള്ള വസ്ത്രമാണ് ഉത്തമം. ആർക്കാണ്? പുരുഷന്മാർക്ക് വെള്ള വസ്ത്രമാണ് ഉത്തമം. അടുത്തത്, സൂര്യൻ ഉദിച്ചാൽ സമയം അവസാനിക്കുന്ന നിസ്കാരമേത്? ഏതാണ്? സുബ്ഹ്. സൂര്യൻ ഉദിച്ചാൽ സമയം അവസാനിക്കുന്ന നിസ്കാരമാണ്. അദാനിൽ അല്ലാഹു അക്ബർ എത്ര തവണ പറയുന്നുണ്ട്? അദാനിൽ അല്ലാഹു അക്ബർ എത്ര തവണ പറയുന്നുണ്ട്? 6 തവണ പറയുന്നുണ്ട്. ഫസ്റ്റ് 2 തവണയായിട്ട് 4 അല്ലേ? പിന്നെ അവസാനത്തിലും 2 പറയുന്നുണ്ട്. അങ്ങനെ 6 തവണ നമ്മൾ അദാനിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹയ്യാല സ്വലാത്ര 2 തവണ, ഹയ്യാലൽ ഫല. അപ്പോൾ ഹയ്യാലകൾ എത്ര എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ 2 കൂടി പറയുക, 4 തവണ എന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അദാനിനു ശേഷം ദുആ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്താണ്? അദാനിനു ശേഷമുള്ള ദുആ ചെയ്താൽ അന്ത്യനാളിൽ എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാത്ത് ലഭിക്കും. അടുത്തത്, ഫലനുവല്ലിയന്നക കിബിലത തർലാഹ. ഇത് ആരോട് പറഞ്ഞതാണ്? ഇത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. ഫലനുവല്ലിയന്നക കിബിലത തർലാഹ. നമുക്കത് പാഠഭാഗത്തിലൊന്നും പറയണില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുക. അങ്ങ് ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് അങ്ങയെ നാം തിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതാണ്, അങ്ങ് ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് അങ്ങയെ നാം തിരിക്കുമെന്ന് മനസ്സിലാക്കാം. അടുത്തത്, നിസ്കാരത്തിലെ ആദ്യത്തെ 4 ഫർളുകൾ ഏതെല്ലാം? നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ഓർഡറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 4 നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാമ്, ഫാത്തിഹ, റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്. അങ്ങനെ നമ്മൾ നിസ്കാരത്തിൻ്റെ പ്രവൃത്തികൾ ഓർഡറിൽ, അതാണ് നിസ്കാരത്തിൻ്റെ ഫർളുകൾ, നിസ്കാരത്തിലെ പ്രവൃത്തികളാണ്. അപ്പോൾ ആദ്യം നിയ്യത്ത് ചെയ്യും, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെ ഖിയാമ് പറഞ്ഞാൽ നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ, ഓക്കെ. പിന്നെ ഫാത്തിഹ ഓതൽ, പിന്നെ റുക്കൂ ചെയ്യൽ, ഇഅ്തിദാൽ, സുജൂദ്, ഇതൊക്കെ ആണ് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. അപ്പോൾ അത് ആദ്യത്തെ ഓർഡറിൽ 4 എഴുതാം. ഇനിയാ 5 നേരം നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? ഒരാൾ വീടിനടുത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ട്. അയാൾ ദിവസവും 5 നേരം അതിൽ കുളിച്ചാൽ ശരീരത്തിലെ ഒരഴുക്കും ശേഷിക്കാത്തത് പോലെയാണ്. അപ്പോൾ ദിവസവും 5 നേരവും കുളിച്ച ഒരാളുടെ ശരീരത്തിൽ അഴുക്കൊന്നും ശേഷിക്കാത്തത് പോലെയാണ് 5 നേരവും നിസ്കരിക്കുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് കറക്റ്റാക്കി എഴുതുക. ഇനിയാ നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങൾ എഴുതുക. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, കഫം ഇറക്കുക. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പാടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
ചെവി, മൂക്ക് തുടങ്ങിയ ദ്വാരങ്ങളിലൂടെ വല്ലത് ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് മുറിയും. അപ്പോൾ 4 കാര്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ 2026 നടന്ന മസായിലുൽ ഫിഖിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്താം. നമ്മൾ മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ അതിൽ വ്യത്യസ്ത ചോദ്യങ്ങളായിട്ടാണ് വരിക. അപ്പോൾ അതിൽ വന്ന മാറ്റങ്ങളും ഇതിൽ വന്ന മാറ്റവും മനസ്സിലാക്കി എല്ലാം കൂടെ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും വീഡിയോയിൽ തെറ്റുകളൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.